പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, അല്ലാഹുവാണ് നമ്മളുടെ രക്ഷിതാവെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചവര്. അതാർക്കും കഴിയും. സാക്ഷാൽ അബൂജഹൽ കഅബയുടെ ചുറ്റിലും തവാഫ് ചെയ്യുമ്പോ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക് എന്ന് തൽബിയത്ത് ചൊല്ലിയവനാണ്. പിന്നെ എന്തേ കുഴപ്പമെന്നറിയോ? അല്ലാഹുവിനെ വേണ്ടതുപോലെ മനസ്സിലാക്കിയില്ല. അതാണ് സുമ്മസ്തഖാമൂ, എന്റെ റബ്ബ് അല്ലാഹുവാണെന്ന് എപ്പോഴെങ്കിലും ഒന്ന് പറഞ്ഞാൽ മാത്രം പോരാ, ഇസ്തിഖാമത്തുണ്ടാവണം. ആ റബ്ബുമായിട്ടുള്ള കണക്ഷൻ ഇങ്ങനെ ശക്തിപ്പെടുത്തണം. ഒരു രാത്രിയിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ഉമ്മയുടെ സമീപത്ത് വന്നിട്ട് പറയുന്നു, ആയിഷ, ഇന്നത്തെ രാത്രിയിൽ എനിക്കൊന്ന് ഒഴിവ് നൽകണം. ഭാര്യ ഭർത്താക്കന്മാരുടെ കടപ്പാടുകൾ പറയാൻ സമയം ഒറ്റ വാക്കിൽ പറയാണ്. എത്ര പ്രായമുള്ളവരാണെങ്കിലും ഭാര്യ ഭർത്താക്കന്മാര് മരിച്ചു പിരിയലല്ലാതെ അവര് വേറിട്ട് കിടന്നുറങ്ങാൻ പാടില്ല. അവര് സ്നേഹത്തോടെ ഒപ്പം ഉറങ്ങണം, അവര് ഒപ്പം ഭക്ഷണം കഴിക്കണം. ആയിഷ ബീബിയോട് നബി തങ്ങൾ രാത്രിയിൽ ഇബാദത്തിന് പോവാൻ സമ്മതം ചോദിക്കുന്നു. ഭർത്താവും ഭാര്യയും അങ്ങനെയാ വേണ്ടത്. അതല്ലാതെ ഓൾ ആ റൂമിൽ പോയി കിടക്കുക, മൂപ്പരാക്കപ്പുറത്ത് കിടക്കുക, യാതൊരു ബന്ധമില്ല. അല്ലെങ്കിലോ ഉമ്മ പോയിട്ട് മകന്റെ പുരയിൽ കാവലിന് കിടക്കുക, ബാപ്പ പോയിട്ട് മകളെ പുരയിൽ കിടക്കുക. പ്രായമായാൽ ഇങ്ങനെ ബന്ധമില്ലാതിരിക്കേണ്ടവരല്ല, മരിച്ചു പിരിയേണ്ടവരാണ് ഭാര്യ ഭർത്താക്കന്മാര്. എല്ലാ കാലത്തും അവരുടെ സ്നേഹം നിലനിൽക്കണം. ഇരിക്കട്ടെ, മുത്ത് നബി തങ്ങൾ ആയിഷ ഉമ്മയോട് രാത്രിയിലൊന്ന് ഇബാദത്തിന് പോവാൻ സമ്മതം ചോദിച്ചു. എവിടെങ്കിലും പോകുമ്പം ഭാര്യമാരോടുള്ള പൊരുത്തം വാങ്ങിയിട്ട് പോകണം. ഭർത്താക്കന്മാരെ സമ്മതം വാങ്ങിയിട്ടാ ഭാര്യമാരും പോവേണ്ടത്. ചില ഭാര്യമാരുണ്ട്, ഞാൻ ഉംറക്ക് പോവാണ്, മൂപ്പരാക്ക പോന്നില്ല, ഞാൻ അങ്ങ് പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഭർത്താവിനെ കുറ്റം പറഞ്ഞ് ഉംറക്ക് പോകുന്നു. ഒരു ഉംറ കൊണ്ടും നിങ്ങളെ അല്ലാഹ് സ്വീകരിക്കൂല. ചില പുതിയാപ്പളിയും പുതിയണ്ണും ഉംറക്ക് വരും, എന്നിട്ടോ അല്ലെങ്കിൽ ഹജ്ജിന് വരും, എന്നിട്ട് അവിടെ നിന്ന് രണ്ടുപേരും അടിച്ച് പിരിഞ്ഞു പോരും. എന്താ കാരണം? സഫാ മർവക്കടയിൽ സഴി ചെയ്യുമ്പോ നാലാമത്തെ ചുറ്റല് കിതാബിലുള്ള ദിക്ർ പുതിയാപ്പള ചെല്ലാത്തതിന്റെ ദേഷ്യം തീർത്തതാ. എന്താ? ഈ താത്ത കുറെ ഓൺലൈൻ ക്ലാസ്സിൽ പങ്കെടുത്ത് കുറെ ലൈവ് കേട്ടിട്ട് എല്ലാ ജാഹിലിയത്തും പഠിച്ചു വെച്ചിട്ടുണ്ട്. ഇന്നിപ്പോ ഓൺലൈൻ ക്ലാസ് ആണ് ഏറ്റവും വലിയ ആലിമ്. എന്താണ്? ബഹുമാനപ്പെട്ട അല്ലാമ ഗൂഗിൾ റഹ്മത്തുള്ളാഹി അലൈഹി, ഇൻസ്റ്റഗ്രാം ഖദ്ദസല്ലാഹു, ഇങ്ങനത്തെ വലിയ വലിയ ആലിമീങ്ങളാ ഇപ്പൊ ലോകത്തുള്ളത്. അതിന് കേൾക്കുന്നതൊക്കെ വലിയ ഇൽമാക്കി വെച്ചിട്ട് ആ ഹറമിന്റെ ഉള്ളിൽ നിന്ന് ഈ സാധു ബാപ്പ കഷ്ടപ്പെട്ട് എല്ലാ ദിവസവും പണിക്കും മുമ്പ് ചിലപ്പോൾ മഹ്റജൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഈ ബാപ്പ ചെല്ലിയ മഹ്റജ് തെറ്റിയപ്പോ തന്ത ചെല്ലണത് എന്ന് വെച്ചിട്ട് ആ ഹറമിന്റെ ഉള്ളിൽ വെച്ചിട്ട് പുതിയാപ്പള്ള ചീത്ത പറയുന്ന പെണ്ണുങ്ങൾ ഞാൻ നേരെ കണ്ടതാ. പുതിയാപ്പള്ള ചീത്ത പറയും ഹർമെന്ന്. ഇന്നാലില്ല, ആ പെണ്ണിന്റെ ഒറ്റ ഇബാദത്തും അല്ലാഹു സ്വീകരിക്കൂല. ഭർത്താക്കന്മാരെ ആദരിക്കണം, ഭാര്യമാരെ ബഹുമാനിക്കണം. ഇപ്പൊ അതേക്ക് കിടക്കാൻ സമയമില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ആയിഷ ബീബി റളിയല്ലാഹു അൻഹയോട് സമ്മതം ചോദിക്കുക ഇബാദത്തിന് പോവാൻ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇബാദത്തിലേക്ക് വുളൂ ചെയ്ത് നിസ്കാരത്തിലേക്ക് അങ്ങോട്ട് നിന്നു. നേരം വെളുക്കുന്നത് വരെയുള്ള നിസ്കാരം. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ വന്നു നോക്കുമ്പോ ഹബീബായ തങ്ങൾ സുജൂദിലാണ്. സുബ്ഹി വാങ്ക് വിളിച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് സുജൂദിൽ നിന്ന് എഴുന്നേറ്റിട്ടില്ല. അങ്ങനെ സ്വഹാബത്ത് വന്ന് വിളിച്ച് സുജൂദ് നിർത്തി. ചോദിച്ച് എന്തേ ഇതൊരു പ്രത്യേക നിസ്കാരം? അപ്പോഴാണ് ഹബീബായ തങ്ങൾ പറയാണ്, ഇന്നലെ രാത്രിയാണ് സൂറത്തു ആല ഇംറാനിന്റെ അവസാന ഭാഗത്തുള്ളൊരു വചനം വന്നത്. ഏതാണ് ആ വചനമെന്നല്ലേ? നമ്മളെ ഖാദിരി ത്വരീഖത്തിന്റെ മുഴുവൻ മശായിഖന്മാരും ആ വചനത്തിന്റെ
ജീവിതത്തിന്റെ ലഹരി അറിഞ്ഞവരാണ്. മഹാനായ ഓക്കെ ഉസ്താദ് ബഹ്റുൽ ഉലൂം അല്ലാഹുവേ ദറജ വർദ്ധിപ്പിക്കണം റഹ്മാനെ. ചാലിയത്തെ പള്ളിയിൽ ദർസ് നടത്തുമ്പോ തഹജ്ജുദിന്റെ സമയത്ത് എഴുന്നേറ്റുകൊണ്ട് ഹൗലിന്റെ പുറത്തിങ്ങനെ ഇറങ്ങിയിട്ട് മേലോട്ടിങ്ങനെ നോക്കിയിട്ട് കണ്ണ് നിറച്ചുകൊണ്ട് ഓതുന്ന ഒരായത്തുണ്ട്. താജുൽ ഉലമ ഓതിയ ആയത്താണ്. നൂറുൽ ഉലമയുടെ ജീവിതത്തിന്റെ ലഹരിയാണ്. സുബ്ഹാനല്ലാഹ്. ഏതാണ് ആയത്ത്? ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ് അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖൂദൻ വഅലാ ജുനൂബിഹിം വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി റബ്ബനാ മാ ഖലഖത ഹാദാ ബാതിലാ സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. പടച്ചവനെ, ആകാശഭൂമിയുടെ സൃഷ്ടിപ്പിലും രാപ്പകലുകളുടെ മാറി മാറി വരുന്നതിലും ചിന്തിക്കുന്നവർക്ക് നിന്നെ കുറിച്ചല്ലാതെ എന്തു പറയാൻ? അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ തന്നെ ദിക്ർ ചൊല്ലിയാലും മതി വരൂല. ഉസ്താദ് പറഞ്ഞില്ലേ, നമ്മൾ ജലാലത്തിന്റെ ഇസ്മ ചൊല്ലാൻ പോവാണ്. അസ്മാഉൽ ഹുസ്ന. മുഅ്മിനീങ്ങളെ, എന്റെ സദസ്സിലുള്ളവരോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ഖാദിരി ത്വരീഖത്തിന്റെ ഏറ്റവും വലിയ പവർഫുൾ ദിക്ർ അസ്മാഉൽ ഹുസ്നയാണ്. എല്ലാവരും പഠിച്ചോളൂ. ഈ പുതിയ കാലത്തെ എന്തൊക്കെ തിന്മകളുണ്ടോ അതിൽ നിന്ന് പ്രതിരോധിക്കാൻ നല്ല പവറുള്ള, നല്ല ചൂടുള്ള ഹർഫുകളാണ് അസ്മാഉൽ ഹുസ്നയുടെ ഹർഫുകൾ. ഖാദിരി ത്വരീഖത്തിന്റെ മുഴുവൻ മശായിഖന്മാരും എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും അസ്മാഉൽ ഹുസ്ന കൊണ്ട് ലദ്ദത്തുണ്ടാക്കി പോയി. റബ്ബനാ മാ ഖലഖത ഹാദാ ബാതിലാ. ഒന്നും തിരിയുന്നില്ല പടച്ചോൻ. എന്തൊരു ആകാശം, എന്തൊരു ഭൂമി, എന്തൊരു സമുദ്രം, എന്തൊരു മനോഹരമായ പർവ്വതങ്ങൾ. അല്ലാഹുവേ, ഇതൊന്നും വെറുതെ പടച്ചതല്ല. ഫഖിനാ അദാബന്നാർ. ഇതിന്റെ രഹസ്യങ്ങളിലേക്കൊന്നും ഇറങ്ങാൻ എനിക്ക് കഴിയാത്തതിന്റെ പേരിൽ എന്നെ നീ ശിക്ഷിക്കല്ല അല്ലാഹ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനെ കുറിച്ച് ഓർത്തുകൊണ്ട് നിസ്കരിക്കുന്ന നിസ്കാരം നബി തങ്ങളുടെ ഏറ്റവും കണ്ണിന് കുളിർമയായിരുന്നു. മുഅ്മിനീങ്ങളെ, ഇസ്തിഖാമത്തിന്റെ അടയാളം നിസ്കാരമാണ്. 5 വക്ത് നിസ്കാരം നല്ല ക്ഷമയോടെ നിർവഹിക്കേണ്ടതാണ്. നമ്മൾ സുജൂദിലും റുക്കൂയിലും 3 സുബ്ഹാനല്ലാഹ് ജമാഅത്തിൽ ഓതേണ്ടത് അങ്ങനെ തന്നെ. കാരണം ജമാഅത്തിൽ പലരുണ്ടാകും. എന്നാൽ സുന്നത്ത് നിസ്കരിക്കുമ്പോ, ളുഹ നിസ്കരിക്കുമ്പോ 3 5 ആക്കിക്കോ. 5 7 7 11 അങ്ങനെ ഒരൽപ്പം ദൈർഘ്യമുള്ള സുജൂദും റുക്കൂഉം ഒക്കെ ഉണ്ടാവട്ടെ. ഒഴിവുള്ള ആളുകൾ ഇശാ മഗ്രിബിന്റെ ഇടയിൽ ഒരു 4 റക്അത്തെങ്കിലും അവ്വാബീം നിസ്കരിച്ചോളൂ. അവ്വാബീം നിസ്കരിക്കുമ്പോൾ ഒരു റക്അത്തിൽ സൂറത്തു യാസീൻ ഒന്ന് ഓതി നോക്കൂ. എന്തൊരു രസമാണ്. അല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമാ. നിലവേറും ഈശ തൊഴുതോരു ലുഹുവാലെ 40 ഈറ്റാണ്ടോളം സുബ്ഹ് തൊഴുതോവർ. നിസ്കാരം അതിന്റെ ആത്മാവിലങ്ങ് തൊടാൻ തുടങ്ങിയാൽ എത്ര നിസ്കരിച്ചാലും മടുപ്പ് വരൂല. അവ്വാബീം നിസ്കാരം യാസീനും തബാറക്കയും ഓതിയൊന്ന് നിസ്കരിച്ചു നോക്കൂ. തഹജ്ജുദ് നിസ്കാരം കാണാതെ അറിയുന്ന സൂറത്തുകൾ ഓതിയിട്ട് ഒരൽപസമയം അധികം സുജൂദിലൊന്ന് കിടന്നു നോക്കൂ.
എത്ര മഹാന്മാരുണ്ട്. ഒരു കിതാബ് തന്നെയുണ്ട്, മൻ തുവഫിയ ഫിസ്സുജൂദ്, സുജൂദിൽ കിടന്ന് വഫാത്തായ മഹാന്മാർ. ഇതൊക്കെ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ മുത്തുനബി തങ്ങളുടെ ആളാവുന്നത്. റബീഅത്ത് തങ്ങൾ തണുപ്പുള്ള രാത്രിയിൽ ഹബീബായ തങ്ങൾ ഖിദ്മത്ത് ചെയ്ത് അവിടെ കൂടി എല്ലാവരും വീട്ടിൽ പോയിട്ടുണ്ട്. നല്ല തണുത്ത വെള്ളം ചൂടായി കൊടുത്തു. തങ്ങളും ഹബീബായ തങ്ങൾ റബീഅത്തിനോട് പറഞ്ഞു, സൽ യാ റബീഅ, എന്ത് വേണമെങ്കിലും ചോദിച്ചോ. അംഹിൽ, നീ ഒന്ന് ആലോചിക്കാൻ സമയം തരുമോ? ചോദിച്ചില്ലേ? അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, തങ്ങളുടെ കൂട്ടുകാരനായിട്ട് എനിക്ക് സ്വർഗം നൽകുമോ ഹബീബായ തങ്ങളെ? അതെ, നിങ്ങൾക്ക് സ്വർഗം നൽകാം. ഒറ്റ ഡിമാൻഡ് ഉണ്ട്, ഫഇന്നി ബികസറത്തിസ് സുജൂദ്. സുന്നത്ത് നിസ്കാരങ്ങൾ വെറുതെ സമയം വേസ്റ്റാക്കി കളയല്ല. സുന്നത്ത് നിസ്കാരങ്ങളിലൂടെ മഹബ്ബത്ത് ഇങ്ങനെ പ്രകടമാകും. എല്ലാ നബികളും എല്ലാ വലികളും ഓരോ നബിവാശി. ഞാൻ എൻ്റെ സീബാവ കാൽവാശി എന്നോവർ. എൻ്റെ വല്ലിപ്പാന്റെ വഴിയിലാണ് ഞാൻ. അതുകൊണ്ടാണ് ബഗ്ദാദിൽ എല്ലാ ചൊവ്വാഴ്ചയും വഅ്ദ് പറയുന്നു. സദസ്സ് നിറയെ പാതിരിമാരെ കണ്ടപ്പം പ്രസംഗത്തിന് ഒഴുക്ക് കുറഞ്ഞു. അപ്പോഴേ വന്നുപോയി വേദം വിളങ്ങി. ഫറവാൻ മടിച്ചാരെ വേദാംബറുവായിൽ തുഫീ കൊടുത്തോവർ. ഹബീബായ തങ്ങളില്ലാത്തൊരു അല്ലാഹുവില്ല, ഹബീബായ തങ്ങളില്ലാത്തൊരു ത്വരീഖത്തില്ല, ഹബീബായ തങ്ങളില്ലാത്തൊരു വലിയില്ല. അതുകൊണ്ട് ഔലിയായിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ നബി തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിസ്കാരം, അതിനെ നമ്മളും ഇഷ്ടപ്പെടണം. എന്നിട്ട് അല്ലാഹുവിലേക്ക് അടുത്താൽ തതനസ്സലു അലൈഹിമുൽ മലായിക, മലക്കുകൾ ഇങ്ങനെ വരും മരണാസന്ന സമയത്ത്. എന്നിട്ട് പറയും, അബ്ശിറൂ ബിൽ ജന്ന, സ്വർഗം കൊണ്ടുള്ള സന്തോഷങ്ങൾ പറയും. അല്ലാ തഖാഫൂ വലാ തഹ്സനൂ, കഴിഞ്ഞതിനെ കുറിച്ച് ഓർത്തുകൊണ്ട് സങ്കടപ്പെടേണ്ടതില്ല, വരാനിരിക്കുന്നതിനെ കുറിച്ച് ബേജാറ് വേണ്ടതില്ല. അങ്ങനത്തെ ഒരു മരണം കൊതിക്കുന്നവരുണ്ടോ? ഇതുപോലത്തെ ദർസ് സംവിധാനം, ഉസ്താദ് അവരുടെ ദർസ് എത്ര വർഷമായി നടക്കുന്നു. എന്താണ് ദർസിന്റെ പ്രത്യേകത എന്നറിയോ? ഒരു ദർസ് രാവിലെ സുബഹിന്റെ മുമ്പ് തുടങ്ങിയിട്ട് രാത്രി അവസാനിക്കുന്നതിന്റെ മുമ്പ് ആ ദർസിൽ 10 മുതല്ലിമാണെങ്കിൽ 1000 തവണ ചുരുങ്ങിയത് അല്ലാഹ് എന്ന പേര് പറഞ്ഞിരിക്കും. 100 മുതല്ലിമീങ്ങളാണെങ്കിൽ 10,000 തവണ പറഞ്ഞിട്ടുണ്ടാകും. ഇതല്ലേ ലോകത്തിന് ആവശ്യമുള്ളത്? അല്ലാഹുവിന്റെ പേര് പറയുന്ന മക്കൾ, അല്ലാഹുവിനെ കുറിച്ച് ചിന്തിക്കുന്ന മക്കൾ, ഇങ്ങനത്തെ ദർസ് സംവിധാനങ്ങളോടൊപ്പം ചേർന്ന് നിന്ന് നമ്മുടെ ആരോഗ്യവും നമ്മുടെ സമ്പത്തും നമ്മുടെ സമയവും അങ്ങനത്തെ നല്ലതിന് വേണ്ടി ചെലവഴിച്ച് 5 വക്ത് നിസ്കാരം ഖളാ ഇല്ലാതെ ജമാഅത്തായിട്ട് ആണും പെണ്ണും നിസ്കരിച്ച് തഖ്വയോടുകൂടി ജീവിച്ചുകൊണ്ട് ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി നമുക്ക് പോവാൻ കഴിയണം. അർഹമുർ-റഹീമായ അല്ലാഹു സുബ്ഹാനഹു തആല അതിനെ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹുവേ, നിന്റെ മഹബ്ബത്ത് ഞങ്ങൾക്ക് അറിയൂല പടച്ചോനെ. മഹബ്ബത്ത് വെച്ച മഹാന്മാരങ്ങൾ ഓർത്തു, അതിന്റെ പേരിൽ നിന്നോടുള്ള മഹബ്ബത്ത് ഞങ്ങൾക്ക് നീ വർദ്ധിപ്പിച്ചു നൽകണം റഹ്മാനെ. നിന്റെ കാവലും പൊരുത്തവും നൽകണം റഹ്മാനെ. ദുആ വസിയത്തോടു കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.